ഹലോ ഗൈസ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഫുഡുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് നല്ല തൂവെള്ള ചോറ്, കുറച്ച് ഫിഷ് കറി, പിന്നെ ഇത് മുരിങ്ങക്കായും അതുപോലെ തന്നെ നമ്മുടെ ചക്കക്കുരു ഇട്ടിട്ടുള്ള ഒരു തേങ്ങ അരച്ച് വെച്ചൊരു കറിയാണ്, വൺ ഓഫ് ദി ഫേവറേറ്റ് കറി. പിന്നെ നമ്മുടെ ചീരത്തോരനുണ്ട്. ഇതിപ്പോൾ എവിടെ തുടങ്ങണമെന്ന് കൺഫ്യൂഷനായിട്ടിരിക്കുന്നതാണ് ഞാൻ. സൈഡിൽ ചുറ്റും കറികളായതുകൊണ്ട് നമുക്ക് നടുക്കുന്ന തന്നെ തുടങ്ങാം. കുറച്ച് ചക്കക്കുരുവും അതിൻ്റെ ഗ്രേവിയും കൂടി എടുത്തിട്ടൊന്ന് പിടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. ആക്ച്വലി എനിക്ക് ഈ കറി ഭയങ്കര ഫേവറേറ്റാണ്. ചെറുപ്പം മുതലേ എനിക്കിങ്ങനെ തേങ്ങ അരച്ച് ഒരു മസാല ടൈപ്പിൽ വെക്കുന്ന കറികളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചീരയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹൈവാ എൻ്റെ പൊന്നെ, ആ ചോറിൻ്റെയും ആ കറിയുടെയും കൂടെ തോരൻ നമ്മളിടുമല്ലോ, ചീരത്തോരനിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്, തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് ക്രം എന്നും പറഞ്ഞ ഒരു ക്രിസ്പി ആയിട്ട് കടിക്കാനും കൂടി കിട്ടുമ്പോൾ ഒരു രക്ഷയില്ല മോനെ. നല്ല വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഏകദേശം സമയം 1:45 ആയി ഉച്ചയ്ക്ക്. ഈ സമയത്ത് എൻ്റെ പൊന്നെ, ഇത് പിലോപ്പി ഫ്രൈ ആണ്. പിലോപ്പി ഇന്നലെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇന്നലെ കുറച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി എടുത്തിട്ട് ഇന്ന് ഫ്രൈയും ചെയ്തതാണ്. നോർമലി ഇത്തരം കറികളൊന്നും ഉണ്ടാവാറില്ല, ഇന്ന് അങ്ങനെ ആക്സിഡൻ്റലി സംഭവിച്ചതാണ്. പിലോപ്പി ഒരു രക്ഷയില്ല മോനെ. ഫ്രൈ, അത് ജസ്റ്റ് ഫ്രൈ ചെയ്തേ ഉള്ളൂ. ഇത് ഇന്നലത്തെ കറിയാണ്, ലൈക്ക് പിലോപ്പി കറി വെച്ചത്. അതിപ്പോൾ ഇന്നലത്തെ ആയതുകൊണ്ട് അതിന് പൊളിയും എരിവും എല്ലാം പിടിച്ചു. അത് പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം തന്നെ. ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം അരിച്ചിറങ്ങുന്നു. പിന്നെ ഇത് മുരിങ്ങാക്കോല് ഞാനിങ്ങനെ ഉള്ളിലെ സാധനങ്ങൾ മുഴുവൻ എടുത്ത് കഴിക്കാറുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഫുഡുമായിട്ട് വീണ്ടും വരാം. ഇന്നത്തെ ലഞ്ച് എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഐ ആം ഫിനിഷ്ഡ്. നാളെ നമുക്ക് മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.